ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചില്ലുകളാണ് പഠിച്ചു തുടങ്ങിയത് അല്ലേ? ഏതാണ്? ചില്ലുകളാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ആദ്യം നമ്മളൊരു ചില്ല് പഠിച്ചു. ഏതാണ്? ഈ ചില്ല് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ അടുത്ത ഒരു ചില്ലും അതിൻ്റെ എക്സാമ്പിളും ഉദാഹരണം കൂടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അടുത്ത ചില്ല് എങ്ങനെ എഴുതുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ താ എഴുതിയതാണ് അല്ലേ? താ പഠിച്ചതല്ലേ നമ്മൾ? കണ്ട, ഇവിടെ ടീച്ചർ സ്റ്റോപ്പ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അല്ലാതെ എഴുതാം. താ നമ്മൾ എഴുതിയിട്ട് ഇങ്ങനെ കണ്ട, താ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? ഇങ്ങനെ എഴുതാം. ഇവിടെ ഇങ്ങനെ കുനിപ്പ് വരില്ല. ടീച്ചർ സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതിയത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ടീച്ചർ പറഞ്ഞു മലയാള അക്ഷരങ്ങൾ സ്റ്റോപ്പ് ചെയ്തത് എവിടെ നിന്ന് തുടങ്ങുന്നോ അത് കഴിഞ്ഞിട്ട് മാത്രമേ നിർത്താൻ പാടുള്ളൂ. നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ടീച്ചർ എഴുതിയതാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ താ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ എഴുതാം. ഇതേതാ ചില്ലെന്ന് മനസ്സിലായോ? ഇൽ എന്ന് പറഞ്ഞേ. ഇൽ പറ. ഇൽ. കേക്കട്ടെ, ഒന്നുകൂടെ പറഞ്ഞേ. ഇൽ. കിട്ടിയോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. രണ്ടും കൂടെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. എന്താണിത്? ഇൽ എന്ന് പറഞ്ഞേ. ഇൽ. കിട്ടിയോ? പറയാൻ കിട്ടിയോ? ഇൽ. ഇൽ. ഓക്കെ, നമുക്ക് വാക്കുകളിലേക്ക് പോയാലോ? അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും എങ്ങനെയാണത് പറയുന്നത് എന്നുള്ളത്. ഓക്കെ, ഇതേതാണ് അക്ഷരം? വാ. ഇതേതാണ് ചിഹ്നം? ആ. വാ ആ ഏതാണ്? വാ. ഇതേതാണ്? താ. എന്ത് വരും? താ ഈ എന്ന് പറയുമ്പോൾ തീ. എന്താണ്? ഇപ്പൊ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഇൽ. മനസ്സിലായോ? കിട്ടിയോ? കൂട്ടി വായിക്കുമ്പോ വാ ആ വാ, ത ഈ തീ, ഇൽ. കൂട്ടി വായിച്ചേ. വാതിൽ. എന്താണ്? വാതിൽ. പറഞ്ഞേ. വാതിൽ. മനസ്സിലായോ? ഡോർ. എന്താണ്? ഡോർ. വാതിൽ. ഒരു മുറി മുറിയിൽ നമ്മൾ കയറിയിട്ട് വാതിൽ അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യില്ലേ? അപ്പോൾ ആ മുറിയിൽ സേഫ് ആവാൻ വാതിൽ വേണം അല്ലേ? നമ്മുടെ റൂമുകൾക്കൊക്കെ വാതിലില്ലേ? അതാണ് വാതിൽ. കണ്ടോ? ഇൽ ഉപയോഗിച്ച് ആദ്യത്തെ വാക്ക്. ഇതാണ് ടീച്ചർ പറഞ്ഞത്. നിങ്ങൾക്ക് ഇൽ എന്ന് പറയുമ്പോൾ ശബ്ദം ചിലപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും, പക്ഷെ അത് ചിലപ്പോൾ ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് ഒപ്പം വാക്കുകൾ പഠിപ്പിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ
ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മൾ രണ്ടാമത്തെ ചില്ല് പഠിക്കുകയാണ്. ഓക്കെ, വാതിൽ, വാതിൽ. ഓക്കെ, അടുത്ത വാക്ക് പഠിക്കാം. ഇതെന്താണ്? ഇതെന്താണ്? മാ ത, ഇത് ത ഇ. അപ്പൊ എങ്ങനെ വരും? തി. മ തി ഇ. എന്താണ്? മ ത ഇ തി ഇ. കൂട്ടി വായിക്കുമ്പോ മതിൽ. കിട്ടിയോ? മതിൽ. ഓക്കെ, മ തി ഇൽ, മതിൽ. എന്താണ് മതില്? നമ്മുടെ വീട് പണിത് കഴിഞ്ഞതിന് ശേഷം, ഈ വീട് പണിയുന്നതിന് മുന്നായിട്ട് നമ്മൾ നമ്മുടെ സ്ഥലത്തിൻ്റെ രണ്ട് സ്ഥലത്തും എന്ത് കെട്ടും? മതിൽ കെട്ടും അല്ലേ? പേരൻസിനോട് ചോദിക്കണം കേട്ടോ, മതിൽ എവിടെയാണെന്ന് ചോദിക്കണം അല്ലേ? നമ്മുടെ തൊട്ടപ്പുറത്തെ വീടുമായിട്ട് ഒന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അല്ലേ? നമ്മുടെ വീടിൻ്റെ ഒരു പരിധി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടുന്നതാണെന്ത്? മതിൽ അല്ലേ? എന്താണത്? മതിൽ. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, അപ്പം നമ്മൾ രണ്ട് വാക്ക് പഠിച്ചു. വാതിൽ, മതിൽ. കിട്ടിയോ? ഇൽ, വാതിൽ, മതിൽ. ഓക്കെ, അടുത്ത ഒരു വാക്ക് എന്താണ്? ത. എന്തായിരിക്കും? ഊ ചിഹ്നം അല്ലേ? അപ്പൊ ത ഊ എങ്ങനെ വായിക്കുക? തൂ. ഓക്കെ, ഇതെന്താ? വ. തൂ വ. എന്താ നമ്മൾ എഴുതാൻ പോവാ? ഇൽ. ഉണ്ടാ? ഇൽ. ഇത് കൂട്ടി വായിക്കുമ്പോ തൂ വ ഇൽ. എന്താണത്? തൂവൽ. എന്താണ് തൂവൽ? തൂ വ ഇൽ, തൂവൽ. എന്താണ്? പക്ഷിയുടെ ഒരു തൂവൽ അല്ലേ? ചിറകിൽ നമ്മളൊരു തൂവൽ പറിച്ചെടുക്കില്ലേ അല്ലേ? കോഴിയുടെയും മറ്റു പക്ഷികളുടെയും എന്നൊക്കെ നമുക്ക് കിട്ടില്ലേ? തൂവൽ. എന്താണ്? തൂവൽ. ചിറകിൻ്റെ ഒരു ഭാഗം എല്ലാവരുടെ ശരീരത്തിൽ നമ്മൾ പറിച്ചെടുക്കുന്നത് തൂവൽ. മനസ്സിലായോ? തൂവൽ. കിട്ടിയോ? ഒന്ന് പറഞ്ഞേ. ത ഊ തൂ വ ഇൽ. കൂട്ടി വായിക്കുമ്പോ തൂവൽ. കിട്ടിയില്ലേ? അടുത്ത ഒരു വാക്കും കൂടെ നമുക്ക് പഠിക്കാം. ഏതാണ് അക്ഷരം? വ. ഇതെന്താണ്? വി. എന്താണ്? ര. ഇതെന്താണ്? ഇൽ. ഈ ചില്ലാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ എങ്ങനെ പറയാ? വ ഇ വി ര വി ര. ഇതെന്താണ്? ഇൽ. അപ്പൊ കൂട്ടി വായിക്കുമ്പോ വിരൽ എന്ന് പറഞ്ഞേ. വിരൽ പറഞ്ഞേ. വിര ഇൽ, വിരൽ. പറ. വിരൽ. എന്താണ് വിരൽ? ഉണ്ടോ? കയ്യിൽ എത്ര വിരലുകളുണ്ട്? 5 അല്ലേ? ഒരു കയ്യില് 5 വിരലുകളുണ്ട് അല്ലേ? വിരൽ.
ഇത് ഒരു വിരൽ, ഇത് രണ്ടാമത്തെ വിരൽ, ഇത് 3, ഇത് 4, ഇത് 5. കണ്ടോ? 1 2 3 4 5. ഇത് വിരൽ അല്ലേ? വിരലുകൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വിരലുകൾ എന്ന് പറയും. നമ്മളിപ്പോൾ അത് പഠിക്കണ്ട, ഒരെണ്ണം പഠിക്കും. ഇതെന്താണ്? വിരൽ. ഇതാണ് വിരൽ. മനസ്സിലായോ? ഇതാണ് വിരൽ. നമ്മുടെ കയ്യിലുള്ള വിരൽ, ഒരു വിരലാണത്. മനസ്സിലായോ? ഈ വാക്കുകളൊന്ന് വായിച്ചാലോ? ഇൽ. ഇൽ എന്ന ചില്ലാണ് നമ്മൾ പഠിച്ചത്. വാ തി ഇൽ. കൂട്ടി വായിക്കുമ്പോൾ വാതിൽ. ഓക്കെ. ഇത് മാ തി ഇൽ, മതിൽ. ഇത് തൂ വ ഇൽ, തൂവൽ. ഇത് വി ര ഇൽ, വിരൽ. കിട്ടിയില്ലേ? ചില്ല് രണ്ടാമത്തേത് പഠിച്ചു, വാക്കുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, ഉറക്കെ പറഞ്ഞ് എഴുതി പഠിക്കുക, വായിക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം.